സാധനം എങ്ങനെയുണ്ട്? സംശയമില്ല, പോക്ക് എനിക്ക് തോന്നി. കേക്ക് ഇവളെ ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ഒരു കസ്റ്റമർ വന്നു. ഇരിക്കട്ടോ. എന്നിട്ട് ഏറ്റവും മൈന ഒരു വൃത്തികെട്ടവൻ തങ്കക്കുടവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ പുറത്തു വെക്കായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് മെട്രോന്റെ അവിടെ നിക്ക, ഞാനിപ്പം വരാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആള് പട്ടുക്കിളവൻ ഇങ്ങനെ. ദൈവമേ, ഇവിടുന്ന് നാശമാക്കും. ഞാൻ പറഞ്ഞു വിൽക്കല. അപ്പൊ ഞാൻ പറഞ്ഞു ആളോട് കാശ് തന്നു. ഇടപാടൊക്കെ ആദ്യം തന്നെ തീർക്കാം, ഇന്നാലേ ഇതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ആള് എന്റെ കയ്യിൽ 100 തെർമസ് വെച്ചു മോളെ. പണം എനിക്കൊരു പ്രശ്നമല്ല. ആ 100 എന്നെ കിട്ടിയില്ല, എന്നാ കയ്യിൽ വെച്ചോളം പറഞ്ഞു. നീ ഒരു ലാസ്റ്റ് പറ. എന്നിട്ട് എന്നോട് പറയട്ടോ, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഉള്ളിലോട്ട് കയറ്റിയാ മതി. ഞാൻ ഉള്ളിലും കഴിച്ച് കയറ്റാനും സമ്മതിക്കില്ല, തൊടാനും സമ്മതിക്കില്ല എന്നൊക്കെ വെച്ചിട്ട് പൊക്കളന്നു. എന്താ ആ പ്രതീക്ഷയും തകർന്നു. അപ്പൊ ഇവിടെ വന്ന് എനിക്കൊരു കവളത്തിൽ ഉമ്മെങ്കിലും തരുമോ ചേച്ചി? ശവം. ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. മനസ്സൂടെ പറഞ്ഞില്ല പോണ്ടേ. ഞാൻ ഓക്കെ ഒരു ഉമ്മ തരാം, ആയിക്കോട്ടെ. കവളത്ത് കൊടുത്ത് കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. അപ്പൊ എന്നോട് പറയാം, ചേച്ചി ഒന്ന് പൊക്കി കാണിച്ചോ, എനിക്ക് ചേച്ചിയുടെ മോലെ ഒന്ന് കാണണമെന്ന്. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. ചേച്ചി പ്ലീസ് ഒന്ന് ഞാൻ മാറി നിന്നോളാം, ചേച്ചി ഒന്ന് പൊക്കി കാണിച്ചാൽ മതി. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. ഞാൻ കാണിച്ചു തരാം. ഒരു 500 വിളിച്ചുണ്ടോന്ന് തോന്നുന്നു. ഞാൻ അപ്പൊ നാളെ പറഞ്ഞിട്ട് പറയാം. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. അച്ഛേ, കയ്യിൽ 1 രൂപ പോലും ഇല്ലാണ്ട് വന്നേക്കാ വൃത്തികെട്ട. എന്റെ ആഗ്രഹങ്ങളൊന്നും ഈ ജന്മം നടക്കാൻ പോണില്ല. ഞാൻ ഇവിടുന്ന് ചാടി ചാവും.